10ാം ക്ലാസ്സിലെ മക്കളുമാരെ ദ വേ ടു സക്സസ് എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സൗണ്ട് എന്ന ചാപ്റ്ററിൻ്റെ ഒരു പാർട്ട് ഞാൻ വീഡിയോയ്ക്ക് എത്തിയിട്ടിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത്, ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ക്ലാസ്സിലിരുന്ന് പാഠഭാഗങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണോ അതേ വിധത്തിലാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. എല്ലാ നിലവാരത്തിലുള്ള കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. ഇനി ചാപ്റ്ററിലേക്ക് കടക്കാം. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അടുത്ത വീഡിയോ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതായിരിക്കും. ഇനി ബോർഡിലേക്ക് നോക്കുക. ഇത് കണ്ടാൽ അറിയാം, അനുപ്രസ്ഥ തരംഗമാണ്, ട്രാൻസ്വേഴ്സ് വേവാണ്. ഒരു എ പാർട്ട് ചോദ്യമാണ്. ശൃംഖങ്ങൾ തമ്മിലുള്ള അകലം, രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലം അത് തന്നെയായിരിക്കും രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള അകലം, ട്രഫുകൾ തമ്മിലുള്ള അകലം. ഇത് തരംഗദൈർഘ്യമാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ ക്രസ്റ്റ് മുതൽ ട്രഫ് വരെയുള്ളതോ ശൃംഖം മുതൽ ഗർത്തം വരെയുള്ളതോ തരംഗദൈർഘ്യത്തിൻ്റെ പകുതി λ/2. ആദ്യത്തത് ലാംഡ, രണ്ടാമത്തത് തരംഗദൈർഘ്യത്തിൻ്റെ പകുതി λ/2. ഇതേപോലെ തന്നെ അനുദൈർഘ്യ തരംഗത്തിലും വരാം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനകത്തും വരാം. രണ്ട് കണ്ടൻസേഷൻ തമ്മിലുള്ള അകലം, രണ്ട് ഉച്ചമർദ്ദ മണ്ഡലങ്ങൾ തമ്മിലുള്ള അകലം, രണ്ട് നീചമർദ്ദ മണ്ഡലങ്ങൾ തമ്മിലുള്ള അകലം, അത് രണ്ട് സെയിം ആയിരിക്കും. അതാണ് അനുദൈർഘ്യ തരംഗത്തിലെ തരംഗദൈർഘ്യം. അപ്പോൾ കണ്ടൻസേഷൻ മുതൽ റെയറിഫാക്ഷൻ വരെ ഉള്ളത് തരംഗദൈർഘ്യത്തിൻ്റെ പകുതി. ഇതേപോലെ അവിടെയും പഠിച്ചു വച്ചേക്കണം. ഇത് ഒരു ഏർപ്പാട്ടായിട്ട് ഓർത്ത് വച്ചേക്കുക. ഇനി ഒരു സെക്കൻഡിൽ ശബ്ദം സഞ്ചരിക്കുന്ന ദൂരം 340 മീറ്ററാണ് എങ്കിൽ 10 സെക്കൻഡ് എന്ന് പറയുന്നതാണ് ശ്രവണ സ്ഥിരത, പെർസിസ്റ്റൻസ് ഓഫ് ഓഡിയബിലിറ്റി. 10 സെക്കൻഡ് സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമോ 333 ഭാഗം 10 33.3 മീറ്റർ. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് 33.3. അപ്പോൾ അങ്ങോട്ട് മാത്രമോ അതിൻ്റെ പകുതി. എന്താണ് ഈ എഴുതിയിട്ടിരിക്കുന്നത്? പ്രതിധ്വനി കേൾക്കണമെങ്കിൽ ശബ്ദസ്രോതസ്സിൽ നിന്ന് ആ തടസ്സത്തിലേക്കുള്ള കുറഞ്ഞ ദൂരം എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഈ വിധത്തിൽ സ്റ്റെപ്പ് എഴുതി വയ്ക്കണം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. ഇത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1/10 സെക്കൻഡ്. ഇത് 2d = 33.3. അങ്ങോട്ട് മാത്രം ആ തടസ്സത്തിലേക്കുള്ള ദൂരം 16.6 മീറ്റർ. ഈ 333 എന്നുള്ളത് 340 ഇട്ട് ചിലപ്പോൾ തന്നു എന്ന് വരാം. അങ്ങനെ വരുമ്പോൾ കുറഞ്ഞ ദൂരം 17 മീറ്റർ. PSC പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ ഓർത്ത് വച്ചേക്കണം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ടു ഹിയർ ആൻ എക്കോ ഫ്രം ദ സോഴ്സ് ഓഫ് സൗണ്ട് ടു ദ ഒബ്സ്റ്റിക്കിൾ. അത് 17 മീറ്ററാണ്. PSCക്ക് നമുക്ക് പഠിക്കേണ്ടി വരും. ഇനി അടുത്തത് എന്താണ്? ശബ്ദതരംഗവും പ്രകാശതരംഗവും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് തന്നിരിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റുകൾ തരാം, തരാതിരിക്കാം. നമ്മളത് താരതമ്യം ചെയ്യാൻ പോവുകയാണ്. ഇതാ ശബ്ദതരംഗം, പ്രകാശതരംഗം. ശബ്ദത്തിനടുത്ത് എന്തൊക്കെ വേണം? എ മീഡിയം ഈസ് നെസസറി ഫോർ ദ പ്രൊപ്പഗേഷൻ. പ്രേഷണത്തിന് ഒരു മാധ്യമം ആവശ്യമാണ്. പ്രകാശത്തിന് മീഡിയം ഈസ് നോട്ട് നെസസറി, മാധ്യമം ആവശ്യമില്ല എന്നർത്ഥം. ഇനി ശബ്ദത്തിൻ്റെ വേഗതയും ഞാൻ ഇവിടെ 340 മീറ്റർ പെർ സെക്കൻഡാണ്. പ്രകാശത്തിൻ്റേതോ 3 × 10 8 മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡ്. ഇനി ശബ്ദം ഏത് തരംഗമാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അനുദൈർഘ്യ തരംഗമാണെങ്കിൽ പ്രകാശം എന്താണ്? അനുപ്രസ്ഥ തരംഗമാണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണെന്നർത്ഥം. നാലാമത്തത് ശബ്ദം
ഒരു യാന്ത്രിക തരംഗമാണ്, മെക്കാനിക്കൽ വേവ് ആണ്. ഇവിടെയോ വൈദ്യുതകാന്തിക തരംഗമാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. സ്റ്റേറ്റ്മെൻറ്റുകൾ തരാം, തന്നില്ലെങ്കിൽ നമ്മൾ ഈ വിധത്തിൽ അതിനെ ടാബ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ തരംതിരിച്ചെഴുതി വയ്ക്കണം. ഇനി ഈ ചാപ്റ്റർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ദാണ്ട് ഇത് ഒരു ചരടിൽ സമയം ഇവിടെ പറഞ്ഞിരിക്കുന്നു 2 സെക്കൻഡ് കൊണ്ട് ഒരു ചരടിലുണ്ടായ തരംഗങ്ങളാണ് ഇത് പല വിധത്തിലും വരാം. ഇവിടെ എക്സ് ആക്സിസുമുണ്ട്, വൈ ആക്സിസുമുണ്ട്. എക്സ് ആക്സിസിൽ ദാണ്ടേ തരംഗ ദൈർഘ്യം മീറ്റർ 2, 4, 6, 8, 10, 12, 14, 16. ദാണ്ട് എക്സ് ആക്സിസിൽ തരംഗ ദൈർഘ്യം മീറ്ററിൽ കൊടുത്തിരിക്കുന്നു. വൈ ആക്സിസിൽ അത് ആംപ്ലിറ്റ്യൂഡാണ്, അത് ആയതിയാണ്. അത് പിന്നീട് നമുക്ക് പറയാം, ഇവിടെ കേട്ടോണ്ടിരിക്കാം. ഇനി 2 സെക്കൻഡിലാണ് ഈ തരംഗങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ചോദ്യങ്ങൾ പലതും വരാം. ദാണ്ടേ 1, ഹൗ മെനി വേവ്സ് ആർ ദെയർ? എത്ര തരംഗങ്ങളുണ്ട്? അതെങ്ങനെ തിരിച്ചറിയും? ഒരു ശൃംഖവും ഗർത്തവും കൂടെ ചേരുമ്പോൾ 1, എങ്കിൽ പിന്നെ 2, 3, 4 തരംഗം. n=4. ഇനി ആവൃത്തി എത്ര, ഫ്രീക്വൻസി എത്ര എന്ന് ചോദിക്കാം. ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? F=n/t. n എത്ര? 4. t എത്ര? ദാ കിടക്കുന്നു 2. 4/2 2 ഹെർട്സ്. ഇനി വേവ് ലെങ്ത് എത്ര? തരംഗ ദൈർഘ്യം എത്ര? ലാംഡ എത്ര? അതാണ്ട് ക്രസ്റ്റ് മുതൽ ഈ ക്രസ്റ്റ് വരെയുള്ള ദൂരം എടുക്കാം. അല്ലെങ്കിൽ ഈ ക്രസ്റ്റ് വന്ന് നിൽക്കുന്ന ഈ 2 മുതൽ അടുത്ത ഈ 6 വരെ എടുക്കാം. ഒരേ കമ്പനാവസ്ഥയിലുള്ള ബിന്ദുക്കളാണ്. അപ്പൊ ഇവിടെ 4, ഇവിടം മുതൽ ഇവിടം വരെ 4. അത് 4 എടുക്കുന്നതെങ്കിൽ 8, 8, 4 തമ്മിലുള്ള ഡിഫറൻസ് 4. അപ്പൊ എങ്ങനായിരുന്നാലും വേവ് ലെങ്ത് ഈ ചിത്രത്തിൽ 4 മീറ്റർ ആണ്. 4 മീറ്റർ. ഇനി പ്രവേഗം എത്ര? വെലോസിറ്റി എത്ര? v=f/λ. f എത്ര? 2. ലാംഡ എത്ര? 4. 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി, പ്രവേഗം. ഇനി ഒന്നും കൂടെ കയറി ചിലപ്പോൾ ചോദിക്കാം, വേഗത എത്ര? സ്പീഡ് എത്ര എന്ന് ചോദിക്കാം. ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ തരംഗം എവിടം മുതൽ എവിടം വരെ സഞ്ചരിച്ചു? ഇവിടം മുതൽ ഇവിടം വരെ. അതാണ് തരംഗം സഞ്ചരിച്ച ദൂരം. 16, സമയം 2, ഉത്തരം 8 മീറ്റർ പെർ സെക്കൻഡ്. ഈ 2 ഉത്തരവും സെയിം ആയിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. ഇല്ലെങ്കിൽ എവിടെയോ കൊണ്ടുവന്ന് തെറ്റിച്ചിട്ടുണ്ട്. ഇനി ആയത് എത്ര? ആംപ്ലിറ്റ്യൂഡ് എത്ര? അത് വൈ ആക്സിസിൽ നിന്ന് എടുക്കണം. മുകളിലേക്കും എടുക്കാം, താഴേക്കും എടുക്കാം. മുകളിലേക്ക് പ്ലസ് ഉണ്ട്, താഴേക്ക് മൈനസും ഉണ്ട്. നിങ്ങൾ പ്ലസും മൈനസും ഒന്നും എഴുതണ്ട. ദാണ്ട് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ. ഇത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 100% നമ്മൾ പ്രതീക്ഷിച്ച് വേണം ഇത് അറ്റൻഡ് ചെയ്യാൻ. ഈ സെക്കൻഡ് പാർട്ട് നമ്മൾ നോക്കേണ്ടത് ഇത് പരീക്ഷയ്ക്ക് കാണും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടെ വേണം ഇത് ആൻസർ ചെയ്യാൻ. ചിലപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ ഇവിടെ തരംഗ ദൈർഘ്യമാണ് തന്നിരിക്കുന്നത്. ചിലപ്പോൾ അവിടെ സമയവും തരാം. 1, 2, 3, 4 അങ്ങനെ അങ്ങോട്ട് ഇവിടം വരെ സമയവും തരാം. ആ വിധത്തിലും ചോദ്യം മാറി വരാം. ഇത് പഠിക്കണം, വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ചിത്രത്തിൽ നിന്ന് 7-8 ചോദ്യങ്ങൾ നമുക്കുണ്ടാക്കാം. പക്ഷേ മാക്സിമം 4 ചോദ്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കണം. ഏതൊക്കെ ആയിരിക്കാം? ഹൗ മെനി വേവ്സ് ആർ ദെയർ? എത്ര തരംഗങ്ങളുണ്ട്? ആവൃത്തി എത്ര? F=n/t. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് കാണും. ദാണ്ടേ ആ ക്വസ്റ്റ്യനകത്ത് കാണും സമയം എത്ര എന്ന. F=n/2. 4/2 2 ഹെർട്സ്. ഹെർട്സ് എന്ന് അവിടെ വേണം, ഇല്ലെങ്കിൽ മാർക്ക് 1/2 മാർക്ക് കുറയും. ഇനി തരംഗ ദൈർഘ്യം
0 എടുക്കുകയാണെങ്കിൽ 4 എടുക്കണം. 2 എടുക്കുകയാണെങ്കിൽ 6, അവർ തമ്മിലുള്ള ഡിഫറൻസ്. 4 എടുക്കുകയാണെങ്കിൽ 8, അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് വേവ് ലെങ്ത്. ഇനി വെലോസിറ്റി എത്ര? v=f × ലാംഡ. എഫ് ഉണ്ടല്ലോ, ലാംഡ ഉണ്ടല്ലോ, വില അങ്ങോട്ട് ഇടുക. നമുക്കിവിടെ 8 മീറ്റർ/സെക്കൻഡ്. അതല്ല, വേഗത സ്പീഡ് ചോദിക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം എടുക്കണം. ഡിസ്റ്റൻസ് ഇവിടം മുതൽ ഇവിടം വരെയാണ് ഈ തരംഗം സഞ്ചരിക്കുന്ന 16 മീറ്റർ. ബൈ ടൈം 2, 16/2 8. അതുകൊണ്ട് ഈ 2 ഉത്തരവും സെയിം ആയിരിക്കണം. ഇനി ആയിരം എത്ര? മുകളിലോട്ട് എടുക്കാം, താഴോട്ട് എടുക്കാം. അവിടെ പ്ലസും മൈനസ് ഒന്നും വേണ്ട. മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, 2 സെൻറ്റിമീറ്റർ. അത് മാത്രം മതി. ഇനി ഇത് ഏത് തരംഗമാണെന്ന് ചോദിച്ചാലോ ഐഡന്റിഫൈ ദ വേവ്. ട്രാൻസ്വേഴ്സ് വേവ്, അനുപ്രസ്ഥ തരംഗമാണ്. ഇതിനൊരു ഉദാഹരണം ചോദിച്ചാൽ പ്രകാശ തരംഗം എഴുതാം. ചരടിലുണ്ടാകുന്ന തരംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ വാട്ടർ വേവ് ഉണ്ട്. ഇതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. ഇതെല്ലാം അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി 20 കിലോഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള തരംഗങ്ങളെ നമ്മൾ അൾട്രാസോണിക് തരംഗങ്ങൾ എന്ന് പറയാറുണ്ട്. അതൊരു സൂചനയായിട്ട് നമുക്കിങ്ങ് തരുന്നു. എന്നിട്ട് സബ് ക്വസ്റ്റ്യൻ എന്താണ്? അൾട്രാസോണിക് തരംഗം പ്രയോജനപ്പെടുത്തുന്ന 2 ഉപകരണങ്ങൾ. ഗാൾട്ടൺ വിസിൽ, നായ്ക്കളെ വിളിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഗാൾട്ടൺ വിസിൽ. അടുത്തത് സോണാർ. എന്താ സോണാർ? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ ഡെപ്ത് ഓഫ് സീ. സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണമാണ്. ഇനി ഇതുകൊണ്ടുള്ള 2 ഉപയോഗം ചോദിച്ചാലോ? 2 ഉപയോഗം ടെസ്റ്റിനകത്ത് 4 എണ്ണം ഉണ്ടല്ലോ, അതിനകത്ത് നിശ്ചയമുള്ള 2 എണ്ണം നിങ്ങൾക്ക് എഴുതാം. സോണാറിൽ പ്രയോജനപ്പെടുത്തുന്നത് എഴുതാം, ഗാൾട്ടൺ വിസിലിൽ പ്രയോജനപ്പെടുത്തുന്നത് എഴുതാം, സ്പൈറൽ ഷേപ്പിലുള്ള വസ്തുക്കളുടെ ഉൾഭാഗം വൃത്തിയാക്കുന്നതിന് എഴുതാം. അതേപോലെ തന്നെ ശരീരത്തിനകത്തുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള ലിവർ, ഹാർട്ട്, ബ്രെയിന്, കിഡ്നി, യൂട്രസ്, ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ എടുക്കാൻ പ്രയോജനം. 4 എണ്ണം ടെസ്റ്റിനകത്തുണ്ട്. 4 എണ്ണം ചോദിക്കത്തില്ല. 3 എണ്ണം പഠിച്ചുകൊണ്ട് പോകണം, 2 എണ്ണം ചോദിക്കും. 3 എണ്ണം പഠിച്ചുകൊണ്ട് പോവുക, 2 എണ്ണം ചോദിക്കും, എഴുതണം. ഇനി ശബ്ദത്തിൻ്റെ പ്രതിപതനം മൂലം പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങളുണ്ട്. സ്റ്റെതോസ്കോപ്പ് അങ്ങനെയൊക്കെയുണ്ട്. ടെസ്റ്റ് മൊത്തം ഒന്ന് വായിച്ചുകൊണ്ട് വേണം പോകാൻ. ടെസ്റ്റ് മൊത്തം ഒന്ന് വായിക്കണം. അതേപോലെ തന്നെ തുടർച്ചയായ പ്രതിപതനമാണ്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാണ്, അനുരണനം, റവർബറേഷൻ. അത് വിശാലമായ ഹാളുകളിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ മൂലം ശബ്ദത്തിൻ്റെ ക്ലാരിറ്റി, പെർഫെക്ഷൻ നമുക്ക് നഷ്ടമാകാം. അത് പരിഹരിക്കുവാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. ടെസ്റ്റ് നല്ലതുപോലെ വായിക്കണം, ആവർത്തിച്ച് വായിക്കണം. വീഡിയോ തുടർച്ചയായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി കാണണം. എല്ലാ കുട്ടികളുടെ നിലവാരത്തിനും അനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാ കുട്ടികൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ താഴ്ന്നാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ക്ലാസ്സിലിരുന്ന ഫിസിക്സ് നിങ്ങൾ എങ്ങനെയാണോ കേൾക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാനിവിടെയും പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 2 വീഡിയോ ഉണ്ട്, 2ഉം കാണണം. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം. ആൾ ദ ബെസ്റ്റ്. നിങ്ങളോടൊപ്പം ദ വേ ടു സക്സസ് എന്ന ചാനലും ഞാനും നിങ്ങളോടൊപ്പമുണ്ട്. അത് മനസ്സിലാക്കുക. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് 2ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതായിരിക്കും. അത് ഉടനെ തന്നെ കാണും. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ്.